ഹലോ. അപ്പോൾ ഇപ്പം സമയം മോർണിംഗ് 5:30 ആട്ടോ. ഉണ്ണിക്ക് സ്കൂളിൽ പോകാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് രാവിലത്തെ സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ലഞ്ച് വേറെ സെപ്പറേറ്റ് ആക്കണം. അപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന പലഹാരങ്ങൾ മാത്രമേ അവർക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ ഗോതമ്പ് ദോശയുടെ മാവ് കുറച്ച് ബാക്കിയിരിക്കണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമായിട്ട് കൊടുത്തു വിട്ടാൽ അവന് ഇഷ്ടാവില്ല. അപ്പോൾ അതിലേക്ക് കുറച്ച് നാളികേരം ചെറുകാന്ന് വെച്ചിട്ടാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് ഈ നാളികേരം ചിരുക എന്നുള്ളത്. കുറച്ച് കഴിയുമ്പോഴേക്കും എൻ്റെ കൈയൊക്കെ വേദന വന്നു തുടങ്ങും. അതുകൊണ്ട് മാക്സിമം ഞാനിത് ഒഴിവാക്കി വിടാറാണ് പതിവ്. എന്നാലും കുട്ടികൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അങ്ങനെ ദേ നാളികേരം ചെരുകി വെച്ചു. ഇനി ഈ അരച്ച് വെച്ച മാവ് മിക്സിയിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് നോക്കണ്ട, ഉണ്ണി കൂടിയുള്ള കാരണം സൗണ്ടിൻ്റെ ഇടയിൽ ഇവനൊക്കെ കയറി വരും. അപ്പോൾ നമ്മൾ ചെരുകി വെച്ച നാളികേരം അതിലേക്ക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഇതിലേക്ക് നമ്മളിനി ആവശ്യത്തിന് ഒരു നുള്ളുപ്പ്, അത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഇങ്ങനെ ചെയ്യണത്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം 2 ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ ഫ്രിഡ്ജിൽ വെച്ച മാവായ കാരണം നല്ല കുറച്ച് കട്ടിയുണ്ടാവും, ഒന്ന് ലൂസാവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ ഞാനവന് വേറെ ചോറും തലേ ദിവസത്തെ ചോറും അരിപ്പൊടിയും വെച്ചിട്ടാണ് ഉണ്ടാക്കി കൊടുക്കാറ്. സ്ഥിരം അത് ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു അമ്മ ഒന്ന് മാറ്റി പിടിക്കാം, അമ്മ മടുത്തു അമ്മ എന്നുള്ളത്. അങ്ങനെ അത് മിക്സിയിലടിച്ച് ചട്ടി ചൂടാക്കി എടുത്തു. പിന്നെ ഇവിടെ അങ്ങനത്തെ ചട്ടി യൂസ് ചെയ്യില്ല, ഇരുമ്പുള്ള ആ ചട്ടിയാട്ടാണ് യൂസ് ചെയ്യുക. അതുകൊണ്ട് മാക്സിമം എന്തുണ്ടാക്കിയാലും കൂടുതലായിട്ട് അടി പിടിക്കും. എന്നിട്ട് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ട കൂടുതൽ വെളിച്ചെണ്ണയിൽ കുത്തി പൊട്ടിച്ച് എടുക്കുകയാണ് ഇപ്പോൾ ചെയ്യാറ്. ഇനി അങ്ങനെ ഒരു ഭാഗ്യത്തിന് ആദ്യം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും കുറേ കഷ്ടപ്പാടുകൾക്ക് ശേഷം എനിക്കത് മറിച്ചിടാനായിട്ട് പറ്റി. അപ്പം ഞാൻ എപ്പോൾ ഉണ്ടാക്കിയാലും ലേശം ചൂടോട് കൂടിയിട്ടാണ് അവൻ്റെ ടിഫിൻ ബോക്സിൽ പാക്ക് ചെയ്യാറ്. അതായത് ഒരെണ്ണം ഉണ്ടാക്കി അടുത്തത് ഉണ്ടാക്കുമ്പോഴേക്കും ആദ്യം ഉണ്ടാക്കിയത് ചെറിയൊരു ചൂട് കുറയും. അപ്പോൾ അതിങ്ങനെ പൊട്ടിച്ച് ഇട്ട് കൊടുക്കും. അങ്ങനെ ഇട്ട് കൊടുത്ത് അവന് തിന്നാൻ ഒന്നുകൂടി എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മോർണിംഗ് കുറച്ച് ചോറ് കൊടുത്തിട്ടാണ് വിടാന്നുണ്ടെങ്കിലും അവിടെ എത്തുമ്പോൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒരു 10:30 ആ സമയത്താണെന്ന് തോന്നുന്നു കൊടുക്കുക. ഇത് കഴിച്ചതിന് ശേഷം പിന്നെ 12:30 ഒക്കെയാണെന്ന് തോന്നുന്നു ഉച്ചലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം രാവിലെ കുറച്ച് കൊടുക്കും. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ചിലപ്പം ആദ്യമൊക്കെ വെറൈറ്റി ഒക്കെ പിടിച്ചിരുന്നു ഞാൻ. പിന്നെ എനിക്ക് മടി കയറിയപ്പോൾ എളുപ്പമുണ്ടാക്കുന്ന സാധനങ്ങൾ മാത്രം ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷേ എന്തുണ്ടാക്കിയാലും അവൾ കഴിക്കില്ല, ആൾക്ക് ഇഷ്ടമാവണം എന്നാൽ മാത്രമേ ആൾ കഴിക്കുള്ളൂ. ഫ്രണ്ടിലത്തെ പല്ല് രണ്ടും ഇല്ലാത്ത കാരണം ആൾക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ കടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് സൈഡിലാണ് വരിക. അപ്പോൾ ആൾക്ക് തിന്നാനും എളുപ്പത്തിനുള്ള ഐറ്റംസാണ് കൂടുതൽ ഉണ്ടാക്കാറ്. അപ്പം നമ്മളിനി ഈ ദോശ ഒരു 4 ദോശ, ഒരു കുഞ്ഞ് ദോശ വട്ടദോശ ഉണ്ടാക്കിയിട്ട് അത് പൊട്ടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കാറ്. കൂടുതൽ കൊടുത്താലും വേസ്റ്റ് ആക്കും അവൻ. അപ്പം നമ്മൾ കൂടുതൽ കൊടുത്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഞാൻ അവൻ്റെ പാകത്തിനുള്ള ഒരു ഇത് വെച്ചിട്ട് ഒരു 4 കുട്ടി ദോശ ഉണ്ടാക്കിയിട്ട് അത് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാറാട്ടോ മെയിൻ പതിവ്. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അവന് 8 മണിക്ക് വണ്ടി വരും. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോഴേക്ക് റെഡി. അപ്പം ടാറ്റാ.